അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ജിദ്ദയിൽ നമ്മുടെ വലിയുമ്മ, ജദ്ദ എന്ന പേര് വരാൻ തന്നെ കാരണം വലിയുമ്മ അവിടെ കിടക്കുന്നുണ്ടാവുക റളിയല്ലാഹു അൻഹ, ലോക ജനങ്ങളുടെ ഉമ്മ. അവരുടെ അടുത്തേക്ക് സിയാറത്തിന് നമ്മുടെ അബ്ദുൽ ഗഫൂർ സാഹിബും നമ്മളെ വന്യരായ നമ്മളെ ICF-ൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ പാണ്ടിക്കാട് സിദ്ദീഖ് മുസ്ലിയാർ അങ്ങനെ ഒരുമിച്ച് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. മഖ്ബറത്ത് ഹവ്വ റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ ഇൻഷാ അല്ലാഹ്. സിയാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ചരിത്രത്തിലെ, മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഉമ്മ, ആദ്യ സ്ത്രീ, വലിയുമ്മ ഹവ്വ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ജിദ്ദയിലെ സ്ഥലം. ഈ സ്ഥലത്തിന് ജിദ്ദ എന്ന് പേര് വരാൻ തന്നെ കാരണം വല്യുമ്മ എന്നറിയപ്പെടുന്ന ജിദ്ദ, ജദ്ദത്ത് വലിയുമ്മ, ആ പേരിലാണ് ഇവരറിയപ്പെടുന്നത്. ഈ നാട്ടിനെ തന്നെ അറിയപ്പെടുന്നത്. നമ്മുടെ അന്യരായ പാണ്ടിക്കാട് സിദ്ദീഖ് മുസ്ലിയാരും ഞങ്ങളെല്ലാം കൂടി സിയാറത്തിന് വന്നതാണ്. ഈ ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മുൽ മശ്റൂർ. ബഹുമാനപ്പെട്ട ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലം അല്ലാഹു തആല ഇവിടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഇവിടെയാണ് മഖ്ബറ അല്ലേ? ഈ ഭാഗത്താണ് മഖ്ബറ. तीन 3000 कवर. हाँ ये मामू ജസ്റ്റ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾക്കും മറക്കാൻ കഴിയാത്ത ഒരു അത്ഭുത സംഭവം തന്നെയാണ് ഹവ്വ റളിയല്ലാഹു അൻഹ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. പരിശുദ്ധ ഇസ്ലാം 100% സത്യമാണെന്നും മനുഷ്യകുലത്തിലെ ആദ്യ ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹ കിടക്കുന്ന ഈ സ്ഥലം അതൊക്കെ പരിശുദ്ധ ഇസ്ലാമികപരമായ ദർശനമാണ്. ആദം നബി അലൈഹിസ്സലാം സിലോണിലും ഹവ്വ റളിയല്ലാഹു അൻഹ ജിദ്ദയിലുമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പരിശുദ്ധ അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയ രംഗങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുമാണ്. ഇതൊക്കെ അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശവാഹകരായിരുന്നു. ഇസ്ലാമികമായിട്ടായിരുന്നു അവരുടെയൊക്കെ ജീവിതവും. ആദം നബി അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും അവരും ഇസ്ലാമിക ദർശനമായിരുന്നു ഈ ലോകത്ത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഉത്ഭവം തന്നെ മനുഷ്യകുലം തുടങ്ങിയ അന്ന് മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാമുണ്ട് എന്നർത്ഥം. ആദം നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ജേക്കബ് അഥവാ യാക്കൂബ് നബി അലൈഹിസ്സലാം, അബ്രഹാം അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ജോസഫ് അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാം, മോസസ് അഥവാ മൂസ നബി അലൈഹിസ്സലാം, ജീസസ് അഥവാ ഈസ നബി അലൈഹിസ്സലാം എല്ലാവരും ഇവിടെ പ്രവർത്തിച്ചതും നമുക്ക് വഴികാട്ടി തന്നതും പരിശുദ്ധ ഇസ്ലാമാണ് എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത്. നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഇസ്സത്തും സൂക്ഷിച്ച് ഇവരുടെയൊക്കെ പിന്നാലെ
യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതെല്ലാം. ഏതായിരുന്നാലും ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന മാതാസ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന് പറയുന്ന ആ പാർവതി ദേവിയെ സത്യം പറഞ്ഞാൽ ആദം നബി ഹവ്വാ റളിയല്ലാഹു അൻഹയാണ് അത് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യകുലത്തിലെ ആദിമ പിതാവ് ആദം നബി അലൈഹിസ്സലാമും ആദിമ ഉമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹയുമാണ് എന്ന് എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ഡാർവിൻ സിദ്ധാന്തം പോലെ കുരങ്ങനിൽ നിന്നല്ല മനുഷ്യനുണ്ടായത്. ഇത് ഈ ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവരൊക്കെ ഇവിടെ ദർശനം ചെയ്തതും പരിശുദ്ധ ഇസ്ലാമാണ്. നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമിനെ 100% അംഗീകരിച്ച് നല്ല ഒരു മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.